സമീപം പ്രകൃതിയോടിണങ്ങി നാഗരികതയുടെ ആരവങ്ങളില്ലാതെ ശാന്തമായി തലയുയർത്തി നിൽക്കുന്ന ഒരിടം പന്തത്തല. ഇവിടെ രാജ്യത്തെ 1-ാം നമ്പർ എൻട്രൻസ് പരിശീലന കേന്ദ്രമായ ബ്രില്യൻ സ്റ്റഡി സെന്ററിന്റെ വിപ്ലവകരമായ ആശയം സാക്ഷാത്കരിക്കുന്നു. നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന പെൺകുട്ടികൾക്ക് മാത്രമായി രൂപകൽപ്പന ചെയ്ത അതിവിശാലമായൊരു ക്യാമ്പസ് കോംപ്ലക്സ് ആണ് ഈ ജി ബ്ലോക്ക് ക്യാമ്പസ് അഥവാ ഗാലക്സി ബ്ലോക്ക്. പ്രകൃതിയുടെ ശാന്തതയും പഠനത്തിന്റെ ഏകാഗ്രതയും സമ്മേളിക്കുന്ന മനോഹരമായൊരിടം. ഏക്കറിലധികം വിസ്തൃതിയിൽ ഒരു കൊച്ചു നഗരം പോലെയാണ് ഈ ക്യാമ്പസ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 1000 വിദ്യാർത്ഥികൾക്ക് താമസ സൗകര്യമൊരുക്കുന്ന ഗാലക്സി ഇൻ, ഗാലക്സി ഹോം എന്നീ 2 ഹോസ്റ്റലുകൾ ഈ ക്യാമ്പസിനുള്ളിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു. പുറത്തുള്ള കാലാവസ്ഥാ മാറ്റങ്ങളോ മറ്റു തടസ്സങ്ങളോ ഇല്ലാതെ വിദ്യാർത്ഥിനികൾക്ക് അനായാസം ക്യാമ്പസിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നു. രാവിലെ കൃത്യം 7:15 ആദ്യ ബാച്ചിന്റെ ക്ലാസുകൾ ആരംഭിക്കുന്നു. പഠിച്ചുകൊണ്ടും സംശയങ്ങൾ പരസ്പരം ചോദിച്ചുകൊണ്ടും സൗഹൃദം പങ്കുവച്ചുകൊണ്ടും കേരളത്തിന്റെ നാനാഭാഗത്തു നിന്നുമുള്ള മിടുക്കി കുട്ടികൾ ക്യാമ്പസിലേക്ക് എത്തുന്ന കാഴ്ച വളരെ മനോഹരമാണ്. ഗാലക്സി ഹോമിലെ ഹോസ്റ്റലിൽ നിന്നെത്തുന്ന വിദ്യാർത്ഥികൾക്കൊപ്പം ഗാലക്സി ഇന്നിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ കൂടിച്ചേർന്ന് നടന്നുവരുന്ന ആ രംഗം ഡോക്ടർമാരാകാൻ ഒരുമിച്ച് സ്വപ്നം കാണുന്ന ഇവരുടെ സൗഹൃദത്തിന്റെ ആഴം വെളിപ്പെടുത്തുന്നു. എൻ്റെ പേര് സുജ സേവ്യർ. ഇവിടെ ഗാലക്സി ക്യാമ്പസിൻ്റെ കോർഡിനേറ്റർ ആണ്. ബ്രില്യൻറ്റിൽ ആദ്യമായി ഗേൾസിന് മാത്രമായിട്ടൊരു ക്യാമ്പസ് എന്ന് പറയുന്നതാണ് ഗാലക്സി. നമ്മൾ മുത്തോലിക്കടുത്ത പന്തത്തലയിലുള്ള ഗാലക്സി എന്ന് പറഞ്ഞ 2 ഹോസ്റ്റലുകളും അവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു റെസിഡൻഷ്യൽ ക്യാമ്പസ് ആണ് ഇവിടെയുള്ളത്. നമുക്കിവിടെ 9 ബാച്ചുകളാണുള്ളത്. 9 ബാച്ചുകളിലായിട്ട് നമ്മുടെ 2 ഹോസ്റ്റലിലെ കുട്ടികൾ മാത്രമേ ഇവിടെ പഠിക്കുന്നുള്ളൂ. ഞങ്ങളുടെ ക്യാമ്പസിൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ക്യാമ്പസ് ആണ്. നല്ല പഠിക്കാൻ പറ്റിയൊരു അന്തരീക്ഷമാണ് ഞങ്ങളുടെ ക്യാമ്പസിൽ ഞങ്ങൾക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ടൈം സേവിങ് ആണ്. ഞങ്ങളുടെ ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ 2 അടി നടക്കാനുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല ടൈം സേവിങ് കിട്ടും, പഠിക്കാനായിട്ടായാലും എല്ലാത്തിനായാലും. മനോഹരമായ ക്യാമ്പസ് കെട്ടിടം, നിരവധി ക്ലാസ് മുറികൾ, എല്ലാം സെൻട്രലൈസ്ഡ് AC സംവിധാനത്തോടെയുള്ളവ. ക്ലാസ് മെന്റർമാരുടെ പ്രത്യേക മുറികളും സ്റ്റാഫ് റൂമുകളും ക്യാമ്പസിലെ പഠന പ്രക്രിയയ്ക്ക് കരുത്തേകുന്നു. പ്രകൃതിയുടെ തണുപ്പും വെളിച്ചവും വായുസഞ്ചാരവുമുള്ള ഈ ഇടനാഴികൾ അതിനൂതനമായ ഒരു പഠന അന്തരീക്ഷം ഒരുക്കുന്നു. നിങ്ങൾക്ക് ഇവിടെ കാണാവുന്ന പോലെ തന്നെ ഞങ്ങളുടെ ക്യാമ്പസിൽ വളരെ വിശാലമായ കോറിഡോർസ് ആണുള്ളത്. അതേപോലെ തന്നെ ഞങ്ങൾക്കിവിടെ സ്റ്റാഫ് റൂം ഉണ്ട്. അവിടെ എല്ലാ ഫാക്കൽറ്റീസും ഞങ്ങൾക്ക് അവൈലബിൾ ആണ്. 3 സബ്ജക്റ്റിൻ്റെ ഫാക്കൽറ്റീസ് എപ്പോഴും അവിടെ കാണും. ഞങ്ങൾക്ക് എന്തുവിധ ഡൗട്ട് ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് പോയി ക്ലിയർ ചെയ്യാവുന്നതാണ്. മാത്രമല്ല ഞങ്ങളുടെ ക്ലാസ് റൂമിൻ്റെ പറയുവാണ്, ഇവിടെ എത്ര ചൂട് വന്നാലും ഞങ്ങളുടെ ക്ലാസ് റൂമിനെ അത് എഫക്റ്റ് ചെയ്തില്ല. കാരണം എല്ലാം AC ആണ്, ഫുൾ AC ആണ് ഞങ്ങളുടെ ക്ലാസ് റൂം. അതേപോലെ തന്നെ സ്മാർട്ട് ബോർഡാണ് ഫുള്ള്. ഞങ്ങൾക്ക് എന്തൊരു ഡൗട്ട് ഉണ്ടെങ്കിലും അത് എഴുതി വരച്ച് ഞങ്ങൾക്ക് പ്രൊഫസേഴ്സ് അത് നല്ല വൃത്തിക്ക് പറഞ്ഞു തരും. മാത്രമല്ല സ്പീക്കർ വെച്ചിട്ടാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഫസ്റ്റ് ബെഞ്ച് മുതൽ ലാസ്റ്റ് ബെഞ്ച് വരെയുള്ള കുട്ടിക്കായാലും എല്ലാം വളരെ ഓഡിബിൾ ആയിട്ടാണ് കേൾക്കുന്നത്. ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ അപ്പം തന്നെയാണ് പ്രൊഫസേഴ്സ് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് നീറ്റ് ആസ്പിറൻസ് എന്ന രീതിയിൽ ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ലാതാണ് ഇവിടുത്തെ ലൈഫ് പോകുന്നത്. വളരെ കാം ആൻഡ് പീസ്ഫുൾ എൻവയോൺമെൻറ്റിലാണ് ഞങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്നത്. പഠനം തടസ്സമില്ലാതെ മുന്നോട്ടു പോകാനായി 24 മണിക്കൂറും ജനറേറ്റർ സൗകര്യം ഈ ക്യാമ്പസ് കോംപ്ലക്സിൽ ഉറപ്പാക്കിയിരിക്കുന്നു. പൂർണ്ണ സുരക്ഷയ്ക്കായി CCTV നിരീക്ഷണവും സുരക്ഷാ ജീവനക്കാരും സദാ സജ്ജമാണ്. ലൈബ്രറി സംവിധാനവും റഫറൻസ് റൂമും
ഇവിടെ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്നു. നീറ്റ് പരീക്ഷയ്ക്ക് ആവശ്യമായ പുസ്തകങ്ങൾ ഇവിടെ നിന്നും വിദ്യാർത്ഥികൾക്ക് ലഭ്യമാവുന്നു. നമുക്കിവിടെ ബ്രില്യൻറ്റിൽ ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ക്ലാസ്സസ് ഒക്കെ നടത്തുന്നത്. ഇപ്പം നമുക്ക് 7:15 ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്ത് ഒരു ദിവസം രാവിലെ ഉച്ചവരെ ക്ലാസ്സസ് ഉണ്ടാവാറുണ്ട്, വൈകുന്നേരം കഴിഞ്ഞിട്ടുണ്ടാവാറുണ്ട്, നൈറ്റ് ക്ലാസ്സസ് ചിലപ്പോൾ ഒരു വീക്കിൽ വൺസ് എ ഡേ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് ഭയങ്കര രീതിയിൽ നടത്തുകൊണ്ട് പോകുന്നത് ഇവിടെ. ഇപ്പം ഞാൻ വന്നത് ജൂലൈ 7th ബാച്ചിലാണ്. അപ്പോൾ നമുക്കൊരു ഡിസംബർ ലാസ്റ്റ് വീക്കിലാകുമ്പോൾ പോർഷൻസ് തീരുന്നവരെ ഇവിടെ ക്ലാസ്സൊക്കെ മര്യാദയ്ക്ക് പോകുന്നുള്ളത്. എല്ലാ ക്യാമ്പസ് പോലെ ഇവിടെയും എപ്പോഴും നമ്മുടെ ഡയറക്ടേഴ്സ് വരാറുണ്ട്. ഇപ്പം എൻ്റെ ഡയറക്ടർ ജോർജ് സാറാണ്. സാർ എപ്പോഴും വന്ന് നമ്മൾ മോട്ടിവേറ്റ് ചെയ്യും. സാർ വരുമ്പോൾ നമുക്കൊരു സന്തോഷം, ആക്ച്വലി ഭയങ്കര മോട്ടിവേഷൻ കിട്ടും. സാർ വന്ന് കുറേ കാര്യങ്ങൾ പറയും. അങ്ങനെ തന്നെ എല്ലാം ഭയങ്കര ഹാപ്പി ഇവിടെ ആക്ച്വലി. ബ്രില്യന്റിന്റെ 4 ഡയറക്ടർമാരുടെ ശക്തമായ ദീർഘവീക്ഷണമുള്ള നേതൃത്വത്തിലാണ് ഈ ക്യാമ്പസ് പ്രവർത്തിക്കുന്നത്. പഠനകാര്യങ്ങളിലും മറ്റു സൗകര്യങ്ങളിലും ഈ സ്ഥാപനത്തിന്റെ മേൽനോട്ടം കൃത്യമായി നിർവഹിക്കപ്പെടുന്നു. ഈ ക്യാമ്പസിന്റെ പ്രാധാന്യം എന്തെന്നാൽ ഒരു ഡോക്ടറാകാൻ ആഗ്രഹിക്കുന്ന ഓരോ പെൺകുട്ടിക്കും പൂർണ്ണ സുരക്ഷിതത്വവും ഉയർന്ന ഏകാഗ്രത നൽകുന്ന പഠന അന്തരീക്ഷവും ഇവിടെ ഉറപ്പാകുന്നു എന്നതാണ്. വീട്ടിലെ പോലെ തന്നെ സ്വസ്ഥമായി ശ്രദ്ധയോടെ പഠിക്കാനുള്ള അവസരമൊരുക്കുന്നു എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത. വിദ്യാർത്ഥിനികൾക്ക് ഒന്നിനും പുറത്തു പോകേണ്ടതില്ല. 10 ഏക്കറിനുള്ളിൽ ഒരു നഗരം പോലെയാണ് പന്തത്തലയിലെ ഈ ക്യാമ്പസ്. നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ മറ്റെല്ലാ ക്യാമ്പസുകളും പോലെ തന്നെ എല്ലാവിധ ഫെസിലിറ്റീസും ഉള്ള ഒരു അടിപൊളി ക്യാമ്പസാണ് നമ്മുടെ പന്തത്തലയിലെ ഗേൾസ് ഓൺലി ക്യാമ്പസ്. വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ സഹായിക്കുന്നതാണ് പുതിയതായി ഉദ്ഘാടനം ചെയ്ത പാലാ ബേക്കറി ഔട്ട്ലെറ്റ്. സൂര്യനസ്തമിച്ച് രാത്രിയുടെ തണുപ്പ് പരക്കുമ്പോൾ വളരെ മനോഹരമായ ദൃശ്യവിരുന്നാണ് പാലാ ബേക്കേഴ്സ് ഒരുക്കുന്നത്. കഫേയിലെ വാം ആംബർ ലൈറ്റിംഗ് പരിസരമാകെ ഒരു പ്രശാന്തമായ തിളക്കം നൽകുന്നു. ആ തിളക്കമാർന്ന വെളിച്ചത്തിൽ ജി ബ്ലോക്കിലെ പാലാ ബേക്കേഴ്സിന് അതിമനോഹരമായ ഒരു വിന്റേജ് ക്ലാസി ഫീൽ ലഭിക്കുന്നു. അവിടുത്തെ സ്നാക്സ് എല്ലാം കുട്ടികൾക്ക് ഏറെ പ്രിയങ്കരമാണ്. അപ്പോൾ നിങ്ങൾ ഞങ്ങളെ ക്യാമ്പസ് കണ്ടു. ഇനിയിപ്പോൾ ഞങ്ങൾ ക്ലാസ് കഴിഞ്ഞ് ഞങ്ങൾ ഹോസ്റ്റലിലേക്ക് പോവാണ്. ഞങ്ങൾ ഹോസ്റ്റൽ ഗാലക്സി ഹോമാണ്. പേര് പോലെ തന്നെ നമുക്കൊരു സെക്കൻഡ് ഹോമാണ് ഗാലക്സി ഹോം എന്ന് പറയുന്നത്. ഇപ്പോൾ മെന്റേഴ്സ് ആയാലും റൂംസ് ഒക്കെ നല്ല സ്പേഷ്യസ് ആണ്. പിന്നെ അങ്ങനത്തെ ഒരു പ്രശ്നം സ്ട്രെസ് അങ്ങനത്തെ ഒരു കുഴപ്പമില്ല. പിന്നെ വെച്ചാൽ ഹോസ്റ്റലിൽ വെച്ചാൽ ബാക്കി നിങ്ങൾ കണ്ടോളി. ഇനി നമുക്ക് ഗാലക്സി ബ്ലോക്കിലെ താമസ സൗകര്യങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തേത് ഗാലക്സി ഹോം. 4 നിലകളിലായി ഏകദേശം 450ഓളം വിദ്യാർത്ഥിനികൾക്ക് താമസ സൗകര്യം ഒരുക്കിയിരിക്കുന്ന ഗാലക്സി ഹോം നാഗരികതയുടെ കാതടപ്പിക്കുന്ന ശബ്ദമില്ലാത്ത ഈ പ്രദേശം ഹോസ്റ്റലിന്റെ നിർമ്മാണ വൈദഗ്ധ്യം വർദ്ധിപ്പിക്കുന്നു. മുറികളിലും കോറിഡോറുകളിലും നല്ല വായുസഞ്ചാരം ഉറപ്പാക്കിയുള്ള നിർമ്മാണമാണ് ഇവിടെയുള്ളത്. പ്രകൃതിയുടെ ശാന്തതയും സൗന്ദര്യവും മുറികൾക്കുള്ളിൽ പോലും അനുഭവിക്കാൻ സാധിക്കുന്ന രീതിയിൽ എല്ലാം ക്രമീകരിച്ചിരിക്കുന്നു. ബ്രില്യൻറ്റിൻ്റെ ഏത് സെൻ്റർ ആയാലും ഏത് ഹോസ്റ്റൽ ആയാലും ആ കുട്ടികൾക്ക് ഏറ്റവും മികച്ച സൗകര്യങ്ങൾ നൽകാനായിട്ട് ബ്രില്യൻറ്റ് സ്റ്റഡി സെൻ്റർ പ്രതിജ്ഞാബദ്ധരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രില്യൻറ്റ് സ്റ്റഡി സെൻ്റർ ഏറ്റവും പുതിയ ഹോസ്റ്റലുകളിലൊന്നായ ഗാലക്സി ഹോം ഹോസ്റ്റലിൽ 450 പരം വിദ്യാർത്ഥിനികൾ വളരെ അച്ചടക്കത്തോടെ ഏറ്റവും ചിട്ടയായ പഠനത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും അടങ്ങിയ ഈ ക്യാമ്പസിൽ വളരെ ഹാപ്പി ആയിട്ടാണ് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ബ്രില്യൻറ്റിൻ്റെ ഏത് ഹോസ്റ്റലായാലും അതിലൊരു ഡയറക്ടർ ഇൻചാർജ് ഉണ്ടാവും. ബ്രില്യൻറ്റ് സ്റ്റഡി സെൻ്ററിലെ ജോർജ് തോമസ് സാറാണ് ഈ ഹോസ്റ്റലുകളുടെ ഇൻചാർജ്. അതോടൊപ്പം തന്നെ കോർഡിനേറ്റർമാരും ജോർജ് സാറും എല്ലാം കൂടെ വന്ന് നടത്തുന്ന കുട്ടികൾക്കുള്ള മീറ്റിംഗ്, അവർക്ക് വേണ്ട മോട്ടിവേഷൻസ് എല്ലാം എല്ലാ ആഴ്ചകളിലും കൃത്യമായിട്ട് നൽകുന്നു. ഹോസ്റ്റലിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ വിശാലമായ ഓഫീസാണ്. ഫീസ്, അഡ്മിഷൻ പേപ്പർ വർക്കുകൾ, സിക്ക് റൂമിലെ കുട്ടികളുടെ നിരീക്ഷണം, വാർഡന്മാരുമായുള്ള ആശയവിനിമയം എന്നിവയുടെയെല്ലാം കൃത്യമായ നിയന്ത്രണവും ഏകോപനവും ഇവിടെ നടക്കുന്നു. ഒപ്പം വിദ്യാർത്ഥിനികൾക്ക് വീട്ടിലേക്ക് വിളിക്കാനായി ഫോൺ സൗകര്യവും ഓഫീസിലുണ്ട്. വിദ്യാർത്ഥിനികളെ കാത്തിരിക്കുന്ന മാതാപിതാക്കൾക്കായി ഓഫീസിനോട് ചേർന്ന് വിസിറ്റേഴ്സ് റൂമും ഒരുക്കിയിട്ടുണ്ട്. ദൂരദേശങ്ങളിൽ നിന്ന് വരുന്ന രക്ഷിതാക്കൾക്ക്
ഫ്രഷ് ആകാനും വിശ്രമിക്കാനുമായി ബാത്റൂം സൗകര്യത്തോടു കൂടിയ വിസിറ്റേഴ്സ് ലോഞ്ചും ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ഇതെന്റെ മോള് തൃശ്ശൂരിൽ നിന്നാണ്. തൃശ്ശൂർ കൊടുങ്ങല്ലൂരാണ് ഞങ്ങളുടെ വീട്. ഇപ്പോൾ ഇവിടെ ഒരു 6 മാസമായില്ലേ? അല്ലേ, 6 മാസമായി ഇവിടെ ഈ ക്യാമ്പസിലാണ് മോള് പഠിക്കുന്നത്. ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ് ഞങ്ങൾ മകളെ ഇങ്ങോട്ട് വിട്ടിട്ടുള്ളത്. സത്യത്തിൽ ഇത്രയും നല്ലൊരു ക്യാമ്പസിൽ ഞങ്ങൾക്ക് ചേർക്കാൻ പറ്റിയതിൽ തന്നെ ഞങ്ങൾ ഭയങ്കര ഒരു സന്തോഷത്തിലാണ്. പിന്നെ എന്താ പറയുക, ഞാൻ ഇന്നലെ ഇപ്പോൾ ഗൾഫിൽ നിന്ന് വന്നുള്ളൂ, കുവൈറ്റിലായിരുന്നു. ഹോസ്റ്റല് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. അവള് പറഞ്ഞു വളരെ ഹാപ്പിയാണ്, നല്ല ഫുഡും കാര്യങ്ങളൊക്കെയാണ്. കുട്ടികൾക്ക് താമസ സൗകര്യം ഈ ക്യാമ്പസിനോട് തൊട്ടടുത്തുള്ള കാരണം മകൾക്ക് ഇവിടെ നിന്ന് ക്ലാസ്സിന് പോകാനും വരാനുള്ള ഒരു സൗകര്യവും കൂടി അടുത്ത് തന്നെ ആയതുകൊണ്ട് അവർക്ക് അത് വളരെ പോസിറ്റീവായിട്ട് ഒരു എനർജി കിട്ടുന്നുണ്ട് മൊത്തത്തിൽ. അപ്പോൾ എന്തായാലും ഞങ്ങളെ കുടുംബം മൊത്തം ഹാപ്പിയിലാണ്. ഹോസ്റ്റലിനുള്ളിൽ വിദ്യാർത്ഥികൾക്ക് അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാനുള്ള സ്റ്റോറും ഓഫീസിനുള്ളിൽ തന്നെ ലഭ്യമാണ്. പഠനോപകരണങ്ങൾ, സോപ്പ്, ഷാംപൂ തുടങ്ങി സ്നാക്സുകൾ വരെ ഇവിടെ ലഭ്യമാണ്. കുട്ടികൾ പുറത്തു പോകേണ്ട ആവശ്യം തീരെയില്ല. വിദ്യാർത്ഥിനികളുടെ കാര്യങ്ങൾ നോക്കാനും അവരുടെ ദൈനംദിന കാര്യങ്ങൾ ശ്രദ്ധിക്കാനുമായി 10ഓളം വാർഡന്മാരും ഇവിടെയുണ്ട്. 4 നിലകളിലേക്കും വേഗത്തിൽ സഞ്ചരിക്കാനായി വിശാലമായ സ്റ്റെപ്പുകൾക്ക് പുറമെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ സഞ്ചരിക്കാനായി ഏറ്റവും സുരക്ഷിതമായ 2 ലിഫ്റ്റുകളും ഹോസ്റ്റലിൽ സ്ഥാപിച്ചിരിക്കുന്നു. സിക്ക് റൂം. അസുഖബാധിതരായ വിദ്യാർത്ഥികൾക്കായി ഹോസ്റ്റലിനുള്ളിൽ തന്നെ സിക്ക് റൂം ഒരുക്കിയിരിക്കുന്നു. ഇവിടെ അവർക്കാവശ്യമായ പരിചരണം ലഭിക്കുന്നു. പകർച്ചവ്യാധികളിൽ നിന്ന് മറ്റു കുട്ടികളെ സംരക്ഷിക്കാനുള്ള ക്വാറന്റൈൻ സംവിധാനങ്ങളും ഇവിടെയുണ്ട്. ഇവർക്ക് കൃത്യമായ മരുന്നുകളും തീവ്രമായ പരിചരണവും നൽകുന്നുണ്ട്. ആവശ്യമെങ്കിൽ വിദ്യാർത്ഥികളെ ബ്രില്യന്റിലെ ഗതാഗത മാർഗങ്ങളിലൂടെ തന്നെ ഒരു വാർഡന്റെ സാന്നിധ്യത്തോടുകൂടി ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നു. ഗാലക്സി ഹോം ഹോസ്റ്റലിലെ ഏറ്റവും ശ്രദ്ധേയമായ ഇടങ്ങളിലൊന്ന് ഇവിടുത്തെ അതിവിശാലമായ സ്റ്റഡി ഹാളും ലൈബ്രറിയുമാണ്. ഓരോ വിദ്യാർത്ഥിനിയുടെയും പഠനത്തിനായുള്ള ഏകാഗ്രത ഉറപ്പുവരുത്തുന്ന ഈ കേന്ദ്രം അത്യന്തം ശാന്തമായ ഒരു അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നു. വിദ്യാർത്ഥിനികൾ തികഞ്ഞ നിശബ്ദതയിൽ അർപ്പണബോധത്തോടെ പഠനത്തിൽ മുഴുകിയിരിക്കുന്ന ഈ കാഴ്ച അവരുടെ രക്ഷിതാക്കൾക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ്. ബ്രില്യന്റിന്റെ ചിട്ടയായ പഠന സംവിധാനത്തിന്റെ ഭാഗമായി സ്റ്റഡി ഹാളുകളിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് വിദ്യാർത്ഥിനികൾ നിർബന്ധമായും ഫ്ലോർ വാർഡന്മാരെ റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. ഇത് ക്യാമ്പസിനുള്ളിൽ വിദ്യാർത്ഥിനികളുടെ കൃത്യമായ സുരക്ഷയും സ്ഥാനവും ഉറപ്പുവരുത്തുന്നതിനായുള്ള കാര്യക്ഷമമായ നിരീക്ഷണ സംവിധാനമാണ്. സോ ബേസിക്കലി ഇതാണ് നമ്മുടെ സ്റ്റഡി ഹാള്. ഇതിനടുത്തുനിന്നായിട്ടാണ് നമുക്ക് ലൈബ്രറി ഫെസിലിറ്റി വരുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ബുക്ക് ആവശ്യമുണ്ടെന്ന് വെച്ചാൽ നമുക്ക് ലൈബ്രറിയിൽ പോയി ആ ബുക്ക് എടുത്ത് ഇവിടെ വന്നിരുന്ന റെഫറൻസിന് ഇരിക്കാം. പിന്നെ അഥവാ നമുക്ക് എന്തെങ്കിലും ബുക്ക് അവിടെ ഇല്ല, അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാമ്പസിലും ലൈബ്രറി ഫെസിലിറ്റി അവൈലബിൾ ആണ്. സോ നമുക്ക് അവിടെ നിന്നും ബുക്ക് എടുക്കാം. ഇനി നമുക്ക് അതുമല്ല വേറെ എന്തെങ്കിലും ബുക്ക് വേണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മെൻറ്റേഴ്സിനോട് പറഞ്ഞാൽ അവരത് നമുക്ക് എത്തിച്ചു തരും. സോ ബേസിക്കലി നമ്മുടെ സ്റ്റഡി ഹാളാണിത്. ഇവിടെ എന്ന് വെച്ചാൽ നല്ല ലൈറ്റും ഭയങ്കര കാം ആൻഡ് ക്വൈറ്റ് നമുക്ക് പഠിക്കാൻ പറ്റും. എല്ലാം കൊണ്ടും നമുക്ക് നല്ലൊരു സ്റ്റഡി അറ്റ്മോസ്ഫിയർ തരുന്ന സ്പേസ് തന്നെയാണിത്. പിന്നെ എന്ന് പറയാൻ നമുക്ക് ഇവിടെ ഇരുന്ന് ഇപ്പോൾ ബാക്കിയുള്ള എല്ലാവരും പഠിക്കുന്നത് കാണുമ്പോൾ നമുക്കൊന്നൊരു മോട്ടിവേഷൻ ആയിരിക്കും, ഒക്കെ പഠിക്കണം, നമുക്കൊരു ലേസിനെസ് ഒന്നും തോന്നാണ്ട് നന്നായിട്ട് പഠിക്കാൻ നമുക്ക് ഇവിടെ ഇരുന്ന് പറ്റുന്നുണ്ട്. സോ നന്നായിട്ട് പഠിത്തം മുന്നോട്ട് പോകുന്നുണ്ട് ഇപ്പം. ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിലെ മുറികൾ A1 മുതൽ A45 വരെയാണ്. ഒരു റൂമിൽ 2 കുട്ടികൾ വീതം. എല്ലാ മുറികളും പഠനത്തിനും താമസത്തിനും ആവശ്യമായത്ര വലിപ്പമുള്ളവയാണ്. ഇരുവശങ്ങളിലുമായി മുറികൾ നിരന്നു നിൽക്കുന്ന ഈ കോറിഡോറുകൾ ശ്രദ്ധിച്ചാൽ അറിയാം ഇവിടെയെല്ലാം ശാന്തമാണ്. കാരണം ബ്രില്യന്റിലെ വിദ്യാർത്ഥികൾ പഠനത്തിനാണ് ഏറ്റവും പ്രാധാന്യം നൽകുന്നത്. രാത്രിയിലും പുലർച്ചെയും പോലും ഈ ഇടനാഴികളിൽ പൂർണ്ണമായ നിശബ്ദതയാണ്. ഇവിടുത്തെ നിശബ്ദമായ അന്തരീക്ഷം പഠനത്തിന് കൂടുതൽ ഏകാഗ്രത നൽകുന്നു. ഹായ്, ഇതാണ് ഞങ്ങളുടെ ഗാലക്സി ഹോമിലെ ഞങ്ങളുടെ റൂം. എൻ്റെ റൂമിൽ ഞാനും ആൻഡ്രീസയും ഞങ്ങൾ ഒരുമിച്ചാണ്. റൂമിനെ പറ്റി പറയുമ്പോൾ തന്നെ ഞങ്ങൾക്ക് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. ഞങ്ങൾക്ക് 2 പേർക്കും വളരെയധികം ഉപയോഗപ്രദമായിട്ട് ഞങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന റൂമാണ്. ബ്രില്യൻ ഞങ്ങൾക്ക് ഒരുക്കി തന്നിരിക്കുന്ന ഷെൽഫ് എന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങൾക്ക് എല്ലാ ബുക്സും അറേഞ്ച് ചെയ്തിട്ട് നല്ല രീതിയിൽ തന്നെ പഠിക്കാനായിട്ട് പറ്റും. അതോടൊപ്പം തീർന്നതിന് സ്റ്റഡി ടേബിൾ ഉണ്ട്. ഇപ്പോൾ ഞാനാണെങ്കിൽ രാത്രി നേരത്തെ കിടക്കുന്ന ആളാണ്, പക്ഷേ ആനാണെങ്കിൽ രാത്രിയിൽ നിന്ന് പഠിക്കും. പിന്നെ ഞാനായിരിക്കും രാവിലെ നേരത്തെ എണീക്കുന്നത്. അപ്പോൾ ഞാൻ കിടന്നതിന് ശേഷം ആനായാലും ലൈറ്റ് ഓഫ് ചെയ്തിട്ട് പഠിക്കാൻ പറ്റും. അത് കാരണം അറ്റാച്ച്ഡ് നൈറ്റ് ലാമ്പ് ഉണ്ട്. എനിക്ക് രാവിലെ എണീറ്റിട്ടായാലും ആനെ ബുദ്ധിമുട്ടിപ്പിക്കാതെ എനിക്ക് പഠിക്കാനായിട്ടുള്ള പറ്റും. പിന്നെ ഞങ്ങൾക്ക് ബെഡിനോട് ചേർന്ന് തന്നെയായിട്ട് റാക്കുണ്ട്. അങ്ങനെയായിട്ട് എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് വളരെ സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ്
ചെയ്തിരിക്കുന്നത്. പിന്നെ വാർഡ്ബോർഡിനെ പറ്റി പറയുമ്പം ഇവിടെ രണ്ടായിട്ടുണ്ട്. ഇത് ആൻ്റെതാണ്, ഇത് എൻ്റെതാണ്. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങളുടേതായിട്ടുള്ള പ്രൈവസി ആയിട്ടൊക്കെ തന്നെ യൂസ് ചെയ്യാം. പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഞങ്ങൾക്ക് എടുത്തു പറയാനുള്ളത്. ഞങ്ങൾ രണ്ടുപേരും മാത്രം യൂസ് ചെയ്യുന്നതായിട്ടുണ്ട്. പിന്നെ വാഷ് ബേസ് ഉണ്ട്, അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ വളരെ സ്പേഷ്യസ് തന്നെയാണ്. പിന്നെ ക്ലീനിങ്ങിൻ്റെ കാര്യം ഡെയിലി തന്നെ ആൻറ്റിമാർ ക്ലീൻ ചെയ്ത് തരും. അപ്പോൾ ഞങ്ങൾക്ക് അതിനെ പറ്റിയൊന്നും യാതൊന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ എല്ലാം നല്ല ഹാപ്പി ആയിട്ട് തന്നെയാണ് പോകുന്നത്. ഇനി നമുക്ക് സ്റ്റെപ്പ് വഴി 2ാം നിലയിലേക്ക് പോകാം. താഴത്തെ നിലയിൽ A ആയിരുന്നെങ്കിൽ ഇവിടെ എല്ലാ മുറികളും B എന്ന അക്ഷരത്തിൽ തുടങ്ങുന്നു. B1 മുതൽ B45 വരെയാണ് ഇവിടെയും മുറികളുടെ ക്രമം. ഓരോ നിലയിലും വിദ്യാർത്ഥികളെ കൃത്യമായി നിരീക്ഷിക്കാനായി വാർഡന്മാരുടെ മുറികൾ ഒരുക്കിയിരിക്കുന്നു. 5 നിലകളിലേക്കും ക്ലാസുമായി ബന്ധപ്പെട്ട അനൗൺസ്മെന്റുകൾ കൃത്യമായി കേൾക്കാനായി എല്ലാ ഫ്ലോറുകളിലും സ്പീക്കർ സൗകര്യം ലഭ്യമാണ്. കൂടാതെ പഠനത്തിനായി ഓരോ കോണിലും അതിവേഗ വൈഫൈ സൗകര്യവും ലഭ്യമാണ്. ഇനി നമുക്ക് ഒരു വിദ്യാർത്ഥിനിയുടെ മുറിയിലേക്ക് പ്രവേശിക്കാം. 2 കുട്ടികൾക്കായി തയ്യാറാക്കിയ വിശാലമായ മുറി. ഓരോ കുട്ടിക്കും ഇൻഡിവിജ്വൽ കട്ടിൽ. കട്ടിലിനടിയിൽ ബാഗുകളും ലഗേജുകളും ചെരുപ്പുകളും വെക്കാനുള്ള റാക്ക് ഉള്ളതുകൊണ്ട് മുറിയിൽ അനാവശ്യമായി ഒന്നും കിടന്ന് സ്പേസ് കളയില്ല. മുറികൾക്ക് പുറത്തേക്ക് നോക്കിയാൽ പ്രകൃതിയുടെ മനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കാം. മുറികളിൽ പ്രോപ്പർ വായുസഞ്ചാരം ഉറപ്പാക്കിയിട്ടുണ്ട്. അതിലുപരി ഓരോ മുറിയിലും ആവശ്യത്തിന് തണുപ്പ് നൽകുന്നതിനായി ഫാൻ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. വേനൽക്കാലത്തെ ചൂടിനെ പ്രതിരോധിക്കാനും ഓരോ വിദ്യാർത്ഥിയുടെയും ഇഷ്ടത്തിനനുസരിച്ച് താപനില ക്രമീകരിക്കാനും സാധിക്കുന്ന രീതിയിൽ ഇവിടെ AC, നോൺ AC റൂമുകളും ലഭ്യമാണ്. വിദ്യാർത്ഥികൾക്ക് അവരുടെ സൗകര്യത്തിനും ആവശ്യത്തിനുമനുസരിച്ചും ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കാം. പഠനത്തിന് ഏറ്റവും അനുയോജ്യമായ സുഖകരമായ അന്തരീക്ഷം ഇവിടെ ഓരോ മുറിയിലും ഉറപ്പാക്കുന്നു. ഓരോ വിദ്യാർത്ഥിക്കും ഇൻഡിവിജ്വൽ സ്റ്റഡി ടേബിൾ, ടേബിളിന് മുകളിൽ പുസ്തകങ്ങൾ അടുക്കി വെക്കാനുള്ള ഷെൽഫ്, മറ്റൊരാൾക്കും ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ ഓരോ ടേബിളിനും പ്രത്യേകം വെളിച്ചം നൽകുന്ന ലാമ്പ് ഷെൽഫിനടിയിൽ ക്രമീകരിച്ചിരിക്കുന്നു. പഠനശേഷം ടാബുകളും മറ്റും ചാർജ് ചെയ്യാനായി ചാർജിംഗ് പ്ലഗ് പോയിന്റും ഓരോ ടേബിളിന് നേരെയും ഒരുക്കിയിട്ടുണ്ട്. എല്ലാ മുറികളും ബാത്ത് അറ്റാച്ച്ഡ് ആണ്. മുഖം കഴുകാനുള്ള സിങ്ക്, വൃത്തിയുള്ളതും മനോഹരവുമായ ബാത്റൂം സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ലിഫ്റ്റ് വഴി 3ാം നിലയിലേക്ക് പോകാം. ഇവിടെ റൂം നമ്പറുകൾ C എന്ന അക്ഷരത്തിൽ തുടങ്ങുന്നു. എല്ലാ ഫ്ലോറുകളിലും വിദ്യാർത്ഥിനികൾക്ക് കുടിക്കാനും മറ്റുമായി ചൂടുവെള്ളം ക്രമീകരിച്ചിരിക്കുന്നു എന്നത് ബ്രില്യന്റിന്റെ കരുതലിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഹായ്, ഞാനിപ്പോൾ ഗാലക്സി ഹോമിലെ C ഫ്ലോറിലാണ്. ഇവിടെ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും ഇവിടെ ഉണ്ട്. ഹോട്ട് ബാഗിന് ഹോട്ട് ബാഗ്, വേപ്പറൈസർ, പിന്നെ അയൺ ബോക്സ്, എല്ലാ ഫെസിലിറ്റീസും ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ എല്ലാ ഫ്ലോറിലും ഇത് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ എല്ലാ ഫ്ലോറിലും 2 ഫ്ലോർ ഇൻചാർജസ് ഉണ്ട്. അവരൊക്കെ നല്ല സപ്പോർട്ടീവാണ്. പഠിക്കാനായിട്ട് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ട് ഇവിടെ ഇല്ല. പഠിച്ചാൽ മാത്രം മതി, വേറെ ഒരു കുഴപ്പമില്ല. അപ്പോൾ ഫെസിലിറ്റീസിൻ്റെ കാര്യമാണെങ്കിലും മെൻറ്റേഴ്സിൻ്റെ കാര്യമാണെങ്കിലും എല്ലാത്തിലും ബെസ്റ്റാണ്. എല്ലാ നിലകളിലെയും വാതിലിനോട് ചേർന്നുള്ള ഒരു രസകരമായ കാര്യം ശ്രദ്ധിക്കുക. ഇവിടെ ഓരോ വാതിലിനു മുൻപിലും വിദ്യാർത്ഥിനികൾ തങ്ങളുടെ പേരിനൊപ്പം ഡോക്ടർ എന്ന് ചേർത്തിരിക്കുന്നത് കാണാം. തങ്ങളുടെ സ്വപ്നങ്ങളോടുള്ള ഈ തീവ്രതയാണ് ബ്രില്യന്റിന്റെ എല്ലാ ക്യാമ്പസിന്റെയും ഹോസ്റ്റലിന്റെയും ഊർജം. ഇത് C ഫ്ലോറിലെ ഒരു AC റൂമാണ്. മറ്റെല്ലാ റൂം പോലെ സെയിം തന്നെ, പക്ഷെ AC ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം. നല്ല സ്പേഷ്യസും പഠിക്കാൻ നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. 4ാം നിലയിലേക്ക് പ്രവേശിക്കാം. ഇവിടെയും വിശാലമായ ഇടനാഴികളോട് ചേർന്ന് എല്ലാവിധ സൗകര്യങ്ങളുമുള്ള റൂമുകളാണ്. എല്ലാ മുറികളും ഹോസ്റ്റലിലെ ഓരോ ഇടനാഴികളും വൃത്തിയാക്കുന്നതിനായി പ്രത്യേകം ക്ലീനിംഗ് സ്റ്റാഫുമാരെ നിയമിച്ചിട്ടുണ്ട്. ഓരോ മുറിയും പൊതു ഇടങ്ങളും ദിവസേന വൃത്തിയാക്കുന്നു എന്ന് ഉറപ്പാക്കുന്നു. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥിനികൾക്ക് തങ്ങളുടെ സമയം പൂർണ്ണമായും പഠനത്തിനായി വിനിയോഗിക്കാം. ഹോസ്റ്റലിന്റെ ഏറ്റവും മുകളിലത്തെ നിലയിൽ പഠനത്തിനായി അതിവിശാലമായ ഒരു സ്റ്റഡി ഏരിയയാണ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. മികച്ച ഏകാഗ്രത ഉറപ്പാക്കുന്ന ഈ പഠനയിടം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അന്താരാഷ്ട്ര നിലവാരത്തിലാണ്. പ്രകൃതിദത്തമായ വെളിച്ചം കടത്തിവിടുകയും ചൂടിനെ പ്രതിരോധിക്കുകയും ചെയ്യുന്ന മികച്ച റൂഫിംഗ് സംവിധാനങ്ങൾ ഇവിടെയുണ്ട്. കൂടാതെ ചൂടൊട്ടും അനുഭവപ്പെടാതിരിക്കാനും ഏറ്റവും സുഖകരമായ താപനില നിലനിർത്താനും സഹായിക്കുന്ന അത്യാധുനിക HVAC ഫാനുകൾ ഈ സ്റ്റഡി ഏരിയയുടെ മറ്റൊരു പ്രത്യേകതയാണ്. കൂട്ടായ പഠനത്തിനിടയിൽ സമയം കൃത്യമായി പാലിക്കുന്നതിനായി വലിയ ഡിജിറ്റൽ ബോർഡിൽ പഠന സമയക്രമം പ്രദർശിപ്പിക്കുന്നു.
ഇതിലുപരിയായി വിദ്യാർത്ഥിനികളുടെ ചിട്ടയായ പഠനം ഉറപ്പുവരുത്തുന്നതിനായി ഫ്ലോർ വാർഡന്മാരുടെ കൃത്യമായ മേൽനോട്ടവും നിരീക്ഷണവും ഈ സ്റ്റഡി ഹാളിൽ എപ്പോഴും ലഭ്യമാണ്. ടെറസിന്റെ മറുഭാഗത്ത് അലക്കിയ വസ്ത്രങ്ങൾ ഉണക്കുന്നതിനായി അത്യാവശ്യ സൗകര്യങ്ങളോടുകൂടിയ വിശാലമായ ഏരിയയും സജ്ജീകരിച്ചിട്ടുണ്ട്. ഇനി വീണ്ടും ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് എത്തിയാൽ ഭക്ഷണം കഴിക്കുന്നതിനായി ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ വലിയൊരു മിസ് ഹാൾ ഒരുക്കിയിരിക്കുന്നതായി കാണാം. വൃത്തിയും ശുചിത്വവും ഏറ്റവും മികച്ച രീതിയിൽ നിലനിർത്തുന്ന ഈ ഹാളിൽ പോഷകസമൃദ്ധമായ ഭക്ഷണമാണ് വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയിരിക്കുന്നത്. നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ആവശ്യമായ കൃത്യമായ കലോറിയും പോഷകങ്ങളും മെനുവിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. നമ്മളിപ്പോ ബ്രില്യന്റിലെ ഗാലക്സി ഹോസ്റ്റലിലെ ലഞ്ച് ടൈം ആണ്. നമുക്ക് എല്ലാ ദിവസവും വെജിന്റെയും നോൺ വെജിന്റെയും ഓപ്ഷൻ കാണും. ഇപ്പോൾ വെജിറ്റേറിയൻസ് ആണെങ്കിൽ അവർക്ക് എല്ലാ ദിവസവും വെജിന്റെ ഒരു ഓപ്ഷൻ കാണും, നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ നോൺ വെജിറ്റേറിയനും എടുക്കാം. അതേപോലെ തന്നെ എല്ലാ ദിവസവും നമുക്ക് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് കിട്ടുന്നത്, ഭയങ്കര ന്യൂട്രീഷ്യസും ആണ്, പക്ഷെ എന്നാൽ നല്ല ടേസ്റ്റും ആണ്. ഇപ്പൊ ഹോസ്റ്റൽ എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രാധാന്യം ഒരു ഹൈജീനുമാണ്. ഇത്രയും പേര് ഫുഡ് കഴിക്കുമ്പോൾ എന്തെങ്കിലും ചെറുതായിട്ട് പറ്റിപ്പോയാൽ എല്ലാവർക്കും ഒരു പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇവിടെ യാതൊരു രീതിയിലുള്ള പ്രശ്നവും ഇല്ലാത്ത രീതിയിൽ തന്നെ ഭയങ്കര ഹൈജീനിക് ആയിട്ടാണ് ഫുഡൊക്കെ സെർവ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ പാരന്റ്സിനും ഭയങ്കര ഹാപ്പിയാണ്. ഇവിടെ ബ്രില്യന്റിലെ ഹോസ്റ്റലാണ്, ഹൈജീനിക് ആയിട്ടേ ഫുഡ് തരുള്ളൂ, സെക്യൂർ ആണെന്ന് ഭയങ്കര കോൺഫിഡന്റ് ആണ്. ഇനി നമുക്ക് ഗാലക്സി ഇൻ ഹോസ്റ്റലിലേക്ക് കടക്കാം. 5 നിലകളിലായി ഏകദേശം 500 വിദ്യാർത്ഥിനികൾക്ക് താമസ സൗകര്യം ഒരുക്കിയിരിക്കുന്ന ഈ കെട്ടിടത്തിന്റെ നിർമ്മാണവും എൻട്രൻസ് മേഖലയിലെ വിദ്യാർത്ഥികൾക്ക് വളരെ അനുയോജ്യമാം വിധമാണ്. കെട്ടിടത്തിനുള്ളിൽ നല്ല വായുസഞ്ചാരവും വെളിച്ചവും ഉറപ്പാക്കിയിരിക്കുന്നു. പ്രകൃതിയോടിണങ്ങിയുള്ള ഈ അന്തരീക്ഷവും ഏകാഗ്രതയ്ക്ക് സഹായകമാവുന്നു. ബ്രില്യന്റിൽ ഒരു ഹോസ്റ്റൽ എങ്ങനെയായിരിക്കണം, ആ കാഴ്ചപ്പാട് സാറ്റിസ്ഫൈ ചെയ്യുന്ന ബ്രില്യൻ്റെ ഏറ്റവും അത്യാധുനിക ഹോസ്റ്റലാണ് നമ്മുടെ ഗാലക്സി ഇൻ. ഒരേ കോമ്പൗണ്ടിൽ ഹോസ്റ്റലും അതോടൊപ്പം നമ്മുടെ ക്യാമ്പസും സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ഈ ഹോസ്റ്റൽ ഏറ്റവും മനോഹരമായ പ്രകൃതിക്കിണങ്ങിയ ഒരു ക്യാമ്പസ് കൂടിയാണ്. നമ്മുടെ പ്രിയപ്പെട്ട സ്റ്റീഫൻ സാറിൻ്റെ ഉത്തരവാദിത്തമുള്ള ഈ ഹോസ്റ്റലിൽ കുട്ടികൾക്ക് വളരെ അച്ചടക്കത്തോടെയും ഉത്സാഹത്തോടെയും പഠിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളുമുണ്ട്. സ്റ്റീഫൻ സാറ് കൃത്യമായിട്ട് ഈ ഹോസ്റ്റൽ വിസിറ്റ് ചെയ്യുകയും കുട്ടികൾക്ക് ആവശ്യമായ എല്ലാ നിർദ്ദേശങ്ങളും നൽകുകയും ചെയ്യുന്നു. ഹോസ്റ്റലിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ഓഫീസാണ്. ഇവിടെയാണ് ഫീസ്, പേപ്പർ വർക്കുകൾ, സിക്ക് റൂമിലെ കുട്ടികളുടെ നിരീക്ഷണം എന്നിവയുടെയെല്ലാം കൃത്യമായ ഏകോപനം നടക്കുന്നത്. മാതാപിതാക്കൾക്ക് വിദ്യാർത്ഥികളുമായി കണക്ട് ചെയ്യാൻ ഇവിടെയും കയറി വരുമ്പോൾ തന്നെയാണ് വിസിറ്റേഴ്സ് ലോഞ്ച്. അസുഖബാധിതരായ വിദ്യാർത്ഥികൾക്കായി ഹോസ്റ്റലിനുള്ളിൽ തന്നെ സിക്ക് റൂം. വിദ്യാർത്ഥിനികളുടെ കാര്യങ്ങൾ നോക്കാനായി 10ഓളം വാർഡന്മാർ. 5 നിലകളിലേക്കും കയറാനും ഇറങ്ങാനുമായി വിശാലമായ സ്റ്റെപ്പുകൾക്ക് പുറമെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ സഞ്ചരിക്കാനായി 2 ലിഫ്റ്റുകൾ. ഗ്രൗണ്ട് ഫ്ലോറിലെ മുറികൾ A എന്ന അക്ഷരത്തിൽ തുടങ്ങുന്നു. A1 മുതൽ A45 വരെ. ഒരു റൂമിൽ 3 കുട്ടികൾ വീതം. എല്ലാ മുറികളും നല്ല വലിപ്പമുള്ളവയാണ്. അത്യധികം ശാന്തമായ ഇടനാഴികളിലൂടെയാണ് നമ്മുടെ ഈ സഞ്ചാരം. ഇരുവശങ്ങളിലുമായി അടുക്കി വെച്ചിട്ടുള്ള ഈ വാതിലുകൾ ഡോക്ടറാകാൻ സ്വപ്നം കാണുന്ന 100 കണക്കിന് വിദ്യാർത്ഥിനികളുടെ അധ്യയന കേന്ദ്രങ്ങളാണ്. ഓരോ മുറിയിലേക്കും നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ബ്രില്യന്റ് ഇവിടെ ഉറപ്പാക്കിയിട്ടുള്ള ശ്രദ്ധയും സ്ഥല സൗകര്യവും വ്യക്തമാകും. ഒരു മുറിയിൽ 3 വിദ്യാർത്ഥിനികൾക്ക് ഏറ്റവും സുഖകരമായി പരസ്പരം തടസ്സമില്ലാതെ പഠിക്കാൻ കഴിയുന്ന വിധമാണ് ഈ മുറികൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. മെഡിക്കൽ എൻട്രൻസ് മേഖലയിലെ പഠനം കഠിനമായ ഒരു പ്രക്രിയയാണ്. നീറ്റ് പരീക്ഷയുടെ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ ഓരോ കുട്ടിയും നടത്തുന്ന കഠിനാധ്വാനമാണ് ഈ ദൃശ്യങ്ങളിൽ നാം കാണുന്നത്. പുറത്തുനിന്നുള്ള പ്രകൃതിദത്തമായ വെളിച്ചം, ശുദ്ധവായു എന്നിവ ഉറപ്പാക്കുന്ന ജനലുകളും ഇതിന് അനുബന്ധമായി സ്ഥാപിച്ചിട്ടുള്ള ഫാനുകളും പഠനത്തിനാവശ്യമായ ആരോഗ്യകരമായ അന്തരീക്ഷം ഒരുക്കുന്നു. ചിലർ പാഠഭാഗങ്ങൾ ആഴത്തിൽ വായിക്കുന്നു, ചിലർ ശ്രദ്ധയോടെ കുറിപ്പുകൾ തയ്യാറാക്കുന്നു, ചില വിദ്യാർത്ഥിനികൾ സംശയങ്ങൾ പരസ്പരം ചർച്ച ചെയ്യുന്നു, അറിവ് പങ്കുവയ്ക്കുന്നു. ഓരോ വിദ്യാർത്ഥിക്കും അവരവരുടേതായ സ്റ്റഡി ടേബിളും വ്യക്തിഗത വെളിച്ചവും ക്രമീകരിച്ചിരിക്കുന്നത് ലക്ഷ്യബോധത്തോടെയുള്ള പഠനത്തിന് കൂടുതൽ സഹായകമാണ്. ടേബിളിന് മുകളിലെ ഷെൽഫുകളിൽ അടുക്കിവെച്ച എൻട്രൻസ് പുസ്തകങ്ങൾ ഇവരുടെ സ്വപ്നങ്ങളുടെ ആഴം നമുക്ക് മനസ്സിലാക്കി തരും. വിശാലമായ ഈ മുറിക്കുള്ളിൽ പോലും ഓരോ വിദ്യാർത്ഥിയും അവരവരുടെ ലോകത്ത് ഡോക്ടർ എന്ന സ്വപ്നത്തിലേക്ക് ഏകാഗ്രമായി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു. മുറികളിലെ ഈ നിശബ്ദതയും ചിട്ടയായ പഠനക്രമവും ഈ സ്ഥാപനമൊരുക്കുന്ന അച്ചടക്കത്തിന്റെ പ്രതിഫലനമാണ്.
ബ്രില്യന്റിന്റെ ഈ ഭൗതിക സാഹചര്യങ്ങൾ വിദ്യാർത്ഥിനികളുടെ മനസ്സിന് കൂടുതൽ ഏകാഗ്രതയും ആത്മവിശ്വാസവും സുരക്ഷിതത്വവും നൽകുന്നു. ഇത് ഗാലക്സി ഇന്ത്യയിലെ സ്റ്റഡി ഹാളാണ്. ഗാലക്സി ഇന്ത്യയിൽ മൊത്തം 5 ഫ്ലോർ ഉണ്ട്. എല്ലാ ഫ്ലോറിലും നമുക്ക് സ്റ്റഡി ഹാൾ ഉണ്ട്. സ്റ്റഡി ഹാളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് റെഫർ ചെയ്യാൻ ലൈബ്രറി ഉണ്ട്. ഏത് ബുക്കും എല്ലാ ഫെസിലിറ്റീസും അവിടെ അവൈലബിൾ ആണ്. ഇനി അതേപോലെ നമുക്ക് റൂം നല്ല സ്പേഷ്യസ് ആണ്. റൂമിലിരുന്ന് പഠിക്കാം, അതല്ലെങ്കിൽ കോറിഡോറിലിരുന്ന് പഠിക്കാം. അതിനേക്കാളും നമുക്ക് നല്ലൊരു ആംബിയൻസ് കിട്ടുന്നത് സ്റ്റഡി ഹാളിലിരുന്ന് പഠിക്കുമ്പോഴാണ്. കോറിഡോറിന്റെ ഇരുവശങ്ങളിലുമുള്ള റൂമുകൾക്ക് പുറമെ കുട്ടികൾക്ക് ഒരുമിച്ചിരുന്ന് പഠിക്കാനായി നല്ല വായുസഞ്ചാരവും വെളിച്ചവുമുള്ള പ്രത്യേക സ്റ്റഡി ഏരിയയും ഇവിടെയുണ്ട്. ഓരോ നിലയിലെയും വിദ്യാർത്ഥികൾക്കായി പ്രത്യേക സ്റ്റഡി ഹാളുകൾ. ഓരോ ഫ്ലോറിന്റെയും മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഈ സ്റ്റഡി ഹാളുകളിൽ റഫറൻസിനായുള്ള പുസ്തകങ്ങളും സജ്ജീകരിച്ചിരിക്കുന്നു. ഇനി നമുക്ക് ലിഫ്റ്റ് വഴി ആദ്യ നിലയിലേക്ക് പോകാം. താഴത്തെ നിലയിൽ A ആയിരുന്നെങ്കിൽ ഇവിടെ എല്ലാ മുറികളും B എന്ന അക്ഷരത്തിൽ തുടങ്ങുന്നു. B1 മുതൽ B45 വരെ. ഓരോ നിലയിലും വിദ്യാർത്ഥികളെ കൃത്യമായി നിരീക്ഷിക്കാനായി വാർഡന്മാരുടെ മുറികളുമുണ്ട്. ഇതാണ് 2ാം നിലയിലെ സ്റ്റഡി ഹാൾ. വിദ്യാർത്ഥികൾ ഏകാഗ്രമായി പഠിക്കുന്ന കാഴ്ച വളരെ മനോഹരമാണ്. ഇനി നമുക്ക് ഒരു വിദ്യാർത്ഥിനിയുടെ മുറിയിലേക്ക് പ്രവേശിക്കാം. ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന ഹോസ്റ്റൽ ഗാലക്സി ഇന്നാണ്. G ബ്ലോക്കിൻ്റെ അടുത്ത് ഉള്ള ക്യാമ്പസ് ഹോസ്റ്റൽ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഹോസ്റ്റലിനെ പറ്റി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ വളരെ വളരെ നല്ലൊരു ഹോസ്റ്റലാണ്. ഞങ്ങളുടെ റൂമൊക്കെ ഫുൾ സ്പേഷ്യസ് ആണ്. ഓരോരുത്തർക്കും പഠിക്കാനായിട്ട് അവനവൻ്റെ തന്നെ സ്റ്റഡി ടേബിളിനോട് മുകളിലായിട്ട് സ്പെഷ്യൽ റാക്കൊക്കെ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. ബുക്സൊക്കെ കറക്റ്റ് അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട്. പിന്നെ രാത്രി കിടന്നുറങ്ങുമ്പോൾ ബാക്കിയുള്ളവർക്ക് ഒരു ഡിസ്റ്റർബൻസും വരാതിരിക്കാനായിട്ട് സ്പെഷ്യലായിട്ട് തന്നെ ലൈറ്റൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അതാകുമ്പം നമ്മൾ പഠിക്കുന്ന സമയത്ത് ബാക്കിയുള്ളവർ ഉറങ്ങുവാണെങ്കിലും നമ്മൾ അവർക്കൊരു ഡിസ്റ്റർബൻസ് ആവുന്നില്ല. പിന്നെ ഇതിൽ ഏറ്റവും സ്പെഷ്യൽ എന്ന് പറയുകയാണെങ്കിൽ ഓരോ മുറിയുടെ ഓരോ മുറിയിൽ നിന്നും വെളിയിലേക്ക് നോക്കുമ്പം വളരെ നല്ല സീനറി നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പം നമുക്ക് എന്തെങ്കിലും വിഷമമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കുറച്ച് നേരം ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഫുൾ സെറ്റാണ്, ഫുൾ ആശ്വാസമായിട്ട് നമ്മൾ ഇതായിട്ടിരിക്കും. നമ്മുടെ ഓപ്പോസിറ്റുള്ള ഹോം കാണാം. പിന്നെ അതേപോലെ നല്ല സീനറിയാണ്, നല്ല സ്പേഷ്യസ് റൂമാണ്. കുട്ടികൾക്കായി തയ്യാറാക്കിയ വിശാലമായ മുറി. ഓരോ കുട്ടിക്കും ഇൻഡിവിജ്വൽ കട്ടിൽ. കട്ടിലിനടിയിൽ ബാഗുകളും ലഗേജുകളും ചെരുപ്പുകളും വെക്കാനുള്ള റാക്ക് ഈ ഹോസ്റ്റലിലും ഒരുക്കിയിരിക്കുന്നു. ബാത്റൂം അറ്റാച്ച്ഡ് ആണ് എല്ലാ മുറികളും. പ്രോപ്പർ വായുസഞ്ചാരമുള്ള മുറികൾ, ഫാൻ സൗകര്യം, ഡ്രസ്സുകൾ വെക്കാനായി 3 ഡോർ വാർഡ്രോബ്, 3 കുട്ടികൾക്കും പ്രത്യേകം ഡ്രസ്സുകൾ വെക്കാനുള്ള സൗകര്യം. കൂടാതെ ഓരോ വിദ്യാർത്ഥിക്കും ഇൻഡിവിജ്വൽ ലോക്കർ സംവിധാനവുമുണ്ട്. ഇനി നമുക്ക് സ്റ്റെപ്പ് വഴി 3-ാം നിലയിലേക്ക് പോകാം. 3-ാം നിലയിലെ റൂം നമ്പറുകൾ C എന്ന അക്ഷരത്തിൽ. ഇവിടെയും 45ഓളം റൂമുകളും ഫ്ലോർ വാർഡന്മാരുടെ മുറിയുമുണ്ട്. ഇവിടെയും വിദ്യാർത്ഥികൾക്കായുള്ള ചൂടുവെള്ളവും എല്ലാ ഫ്ലോറിലും ക്രമീകരിച്ചിരിക്കുന്നു. 4-ാം നില D എന്ന അക്ഷരത്തിൽ റൂം നമ്പറുകൾ. ഇവിടെയും 45ഓളം റൂമുകൾ, വിശാലമായ കോറിഡോർ, പഠനത്തിനായുള്ള സ്റ്റഡി ഹാൾ, ലൈബ്രറി. എല്ലാ നിലകളിലും ഒരുപോലെയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. എല്ലാ വിദ്യാർത്ഥിനികൾക്കും എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉറപ്പാക്കുന്നു. അപ്പം നമ്മൾ ഈ ഹോസ്റ്റലിൽ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. നമ്മൾ ഈ ഗാലക്സി ഇൻ ഹോസ്റ്റൽ എടുത്തു പറയേണ്ട ഒരു ഫെസിലിറ്റിയാണ് നമ്മളെ ലോണ്ട്രി ഫെസിലിറ്റി. ഇവിടെ ഉള്ളിൽ ലോണ്ട്രി ചെയ്യേണ്ടവർക്ക് നമുക്ക് സ്വന്തമായിട്ട് നമ്മൾ തുണികൾ തന്നെ അലക്കിയിട്ട് നമുക്ക് തന്നെ അത് ലോണ്ട്രി ഒക്കെ സെറ്റാക്കി വെക്കാം. അല്ലെങ്കിൽ എക്സ്റ്റേണൽ ലോണ്ട്രി കൊടുക്കാനും സൗകര്യമുണ്ട്. അത് വേണമെങ്കിൽ അതും ചെയ്യാം. പക്ഷെ നമ്മളെ കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സാറ്റിസ്ഫാക്ഷൻ അല്ലേ. അതിനുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. കല്ലുണ്ട്, തിരുമ്പിടാനുള്ള സ്ഥലവും എല്ലാം വളരെ അടിപൊളിയായിട്ട് അവർ പ്രൊവൈഡ് ചെയ്യും. നമ്മളിനി ഫർദർ ആയിട്ട് പല സ്ഥലങ്ങളിലേക്കും പോകുമ്പോൾ നമ്മളെ കാര്യങ്ങൾ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യാൻ ഒരു പ്രാപ്തി കിട്ടുന്നത് നല്ലതല്ലേ. ഇവിടെ വന്നതിന് ശേഷം അതിനൊരു ചാൻസ് എനിക്ക് കിട്ടി. എൻ്റെ കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്യുമ്പോൾ അത് നമ്മൾ കുറച്ചും കൂടി ഇൻഡിപെൻഡൻ്റ് ആവുകയാണ്. നമ്മൾ കുറച്ചും കൂടി വേൾഡിലേക്ക് റെഡി ആവുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഹോസ്റ്റലിന്റെ അതിവിശാലമായ മെസ് ഹാളിലേക്ക് ലിഫ്റ്റിൽ തന്നെ പോകാം. വൃത്തിയും ശുചിത്വവുമുള്ള മെസ് ഹാൾ. പോഷകസമൃദ്ധമായ ഭക്ഷണമാണ് വിദ്യാർത്ഥികൾക്കായി ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. നിറഞ്ഞിരുന്ന് സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കുന്ന ഈ കാഴ്ച തന്നെ എത്ര മനോഹരമാണ്. ബ്രില്യൻ സ്റ്റഡി സെന്ററിലെ G ബ്ലോക്കിനുള്ളിലായി ഒരുങ്ങുന്ന അതിമനോഹരമായ ലാൻഡ്സ്കേപ്പിന്റെ 3D വിഷ്വലുകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്.
ഈ പ്ലാൻ അനുസരിച്ച് ഈ മനോഹരമായ ലാൻഡ്സ്കേപ്പിൽ വിദ്യാർത്ഥികൾക്ക് വിശ്രമിക്കാനും പഠിക്കാനുമായി രൂപകൽപ്പന ചെയ്ത വിശാലമായ ഒരു പൂന്തോട്ടമൊരുങ്ങും. ശില്പങ്ങളാൽ അലങ്കൃതമായ പച്ചപ്പ് നിറഞ്ഞ ശാന്തമായ ഈ ഇടം പഠനത്തിന് ഒരു പുതിയ അന്തരീക്ഷം നൽകും. പ്രകൃതിയുടെ ശാന്തതയിൽ ഒരുക്കിയിരിക്കുന്ന ഈ ഗാലക്സി ബ്ലോക്ക് ക്യാമ്പസ് വെറുമൊരു പരിശീലന കേന്ദ്രമല്ല, ഉയർന്ന വിജയത്തിനായി രൂപകൽപ്പന ചെയ്ത ഒരിടമാണ്. ബ്രില്യന്റിലെ ഡയറക്ടേഴ്സും കോർഡിനേറ്റേഴ്സും ക്ലാസ് മെന്റേഴ്സും നൽകുന്ന സമഗ്രമായ പിന്തുണയുടെയും സൗകര്യങ്ങളുടെയും ഫലമായി ബ്രില്യന്റിന്റെ ഗാലക്സി ബ്ലോക്ക് ക്യാമ്പസിൽ നിന്ന് ഈ വർഷം നല്ലൊരു വിജയശതമാനം ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. മറ്റൊരു ക്യാമ്പസ് ടൂറുമായി വീണ്ടും കാണാം. Brilliant Study Center, India's #1 coaching center for NEET and JEE.